ഫോറസ്റ്റുകാർക്ക് എന്താണ് യൂത്തപ്പെടുത്തത്തിൽ കാര്യം എന്നുള്ളത് വളരെ റീസെന്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവർ മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നിറയെ മുട്ടകളുമായിട്ടിരുന്ന മീനുകൾക്ക് മൂവ്മെന്റിനുള്ള ശേഷി അത്ര മറ്റു സമയത്തുള്ള പോലെ ഉണ്ടാവില്ല. പിടിക്കാൻ എളുപ്പമാണ്. യൂത്തപ്പെടുത്തം എന്നുള്ള പേരിൽ ഭയങ്കര ഒരു വലിയ ആഘോഷമായിട്ട് മാറി. ചൈനീസ് വലകൾ കൊണ്ടുവരും. പിന്നെ അതുപോലെ തോട്ട ഇട്ടിട്ട് പല പല രാസവസ്തുക്കൾ കലർത്തിയിട്ട് മീൻ പിടിക്കുന്നത്. ഇത്തരത്തിലുള്ള ജീവികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മുട്ടകൾ ഇട്ടിട്ട് അവരുടെ സർവൈവൽ എന്ന് പറഞ്ഞാൽ സർവൈവൽ ബൈ നമ്പേഴ്സ് എന്നാണ്. പ്രജനന കാലത്ത് നമ്മൾ ഈ ട്രോളിംഗ് നിരോധിക്കുന്നത് പോലെ തന്നെ ഈ ഒരു പീരീഡിലാണ് നമ്മൾ കൂടുതൽ നിയമം നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത്. സാധാരണ പോലീസിൽ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവും. ഉണ്ട്. നമ്മുടെ ജൈവ സമ്പദ് വ്യവസ്ഥകളൊക്കെ നിലനിർത്താൻ വേണ്ടി ജനങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. ഒരു മീൻ പിടിക്കുന്നതിന്റെ ഒരു സ്റ്റോറി അതൊന്ന് പറയാമോ? ഊത്തപിടിക്കൽ എന്ന് പറയുന്നത് നമ്മള് വനം വകുപ്പ്, അതിനകത്ത് കുറച്ച് കമന്റ്സ് വന്നതാണ്. വനം വകുപ്പ് ഫോറസ്റ്റുകാർക്ക് എന്താണ് യൂത്തപ്പെടുത്തത്തിൽ കാര്യം എന്നുള്ളത്. പക്ഷെ അതിൽ തന്നെ തുടങ്ങാം. ഫോറസ്റ്റ് എന്ന് പറയുന്ന വനസംരക്ഷണം എന്ന് പറയുന്നത് എല്ലാം ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, ഇതെല്ലാം കണക്റ്റഡാ. ഈ ഒരു ഏതെങ്കിലും ഒരു ജീവിക്ക് ഒരു വംശനാശം വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ചെയിനിലുള്ള മറ്റ് ജീവികളെയും ബാധിക്കും. എൻറ്റയർ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ഒക്കെ നശിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഊത്തപിടുത്തം എന്ന് പറയുന്ന ഒരു പണ്ടുകാലം മുതലേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 15-20 ഇയേഴ്സ് ഒക്കെ, ആ ഒരു ഇയേഴ്സ് ബാക്ക് വരെ നമ്മൾ സ്കൂളിൽ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് റോഡ് സൈഡിലുള്ള ചെറിയ ഓടകളിൽ വരെ ഇങ്ങനെ മീനുകൾ വന്ന് കയറുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കൗതുകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരിത് മുട്ടയിടാൻ വരുന്നതാണെന്നോ ഇതൊന്നും അറിഞ്ഞുകൂടാ. വളരെ റീസെന്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവർ മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഒഴുകുന്ന വെള്ളത്തിൽ മുട്ടയിടുന്നതിനേക്കാളും കുറച്ച് കെട്ടിക്കിടക്കുന്നതും ഒരു ചതുപ്പും കുറച്ച് അവർക്ക് ഇരകളെ കിട്ടുന്നൊക്കെ ഒരു ഇച്ചിരി ഒരു കംഫർട്ട് സോണിലേക്ക് അവർ കയറി വരുന്നതാണ്. ഈ മഴവെള്ളം പുതുവെള്ളം വരുന്ന സമയത്ത് ഇങ്ങനെ ചതുപ്പിലേക്കും പാടങ്ങളിലേക്കും ഒക്കെ കയറി വന്ന് ആ സമയത്ത് അവരുടെ വയറിൽ നിറയെ മുട്ടകളുണ്ടാവും. ആ മുട്ടകളായിട്ട് വന്ന് അവർ മുട്ട ഇട്ടിട്ട് വീണ്ടും തിരിച്ചു പോകും. ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ആളുകൾക്ക് കൗതുകമാണ്. ബൾക്കായിട്ട് കുറെ മീനുകൾ കയറി വരുന്നു. നിറയെ മുട്ടകളുമായിട്ടിരുന്ന മീനുകൾക്ക് മൂവ്മെന്റിനുള്ള ശേഷി അത്ര മറ്റു സമയത്തുള്ള പോലെ ഉണ്ടാവില്ല. പിടിക്കാൻ എളുപ്പമാണ്. അതൊക്കെ പണ്ട് മുതലേ ചെയ്തു വന്നിരുന്ന ഒരു കാര്യങ്ങൾ, ചൂണ്ടിട്ട് പിടിക്കുന്നതും കൈകൊണ്ട് പിടിക്കുന്നതും ഒക്കെ. പക്ഷെ ഇപ്പൊ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു വലിയ ആഘോഷമായിട്ട് മാറി. ഊത്തപിടുത്തം എന്നുള്ള പേരിൽ വലിയ ഇതിനായിട്ട് വലിയ ഉപകരണങ്ങൾ, ഒരു തോടിനെ ഫുള്ള് അടച്ചു വെക്കാൻ പറ്റുന്ന അത്ര വലിയ ചൈനീസ് വലകൾ കൊണ്ടുവരും. പിന്നെ അതുപോലെ തോട്ട ഇട്ടിട്ട്, പിന്നെ അതുപോലെ പല പല രാസവസ്തുക്കൾ കലർത്തിയിട്ട് മീൻ പിടിക്കുന്നത്, ഇലക്ട്രിസിറ്റി കടത്തി വിട്ടിട്ട് മീൻ പിടിക്കുന്നത്, അങ്ങനെ വൻ രീതിയിൽ മീൻ പിടിക്കാൻ തുടങ്ങി. അപ്പം അന്ന് കാലത്ത് മീൻ പിടിക്കുന്നത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ ആവശ്യങ്ങൾക്കും കൗതുകത്തിന് പുറത്തുമൊക്കെയാണ് പിടിക്കുന്നതെങ്കിൽ ഇന്നതൊരു വിനോദമാണ്. ആ വിനോദത്തിന്റെ പേരിൽ ഇങ്ങനെ ബൾക്കായിട്ട് പിടിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് വളരെ കുറച്ച് മീനുകളെ ഇവരെ എടുക്കുകൊണ്ടായിരിക്കുള്ളൂ, ബാക്കി കളയുവാണ്. അപ്പോഴത്തേക്കും അത് പിന്നെ സർവൈവ് ചെയ്യില്ല. ചത്തുപോയി കഴിഞ്ഞിട്ട് പിന്നെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ ആ തലമുറ നിന്ന് പോവല്ലേ. ഇപ്പോൾ നമ്മളുടെ ഈ നിലവിലുള്ള നാടൻ മീനുകളിൽ വലിയൊരു വിഭാഗം ഓൾറെഡി ഇത് വംശനാശം വന്നു കഴിഞ്ഞു. ഇതൊന്നും ഐഡന്റിഫൈ ചെയ്യുന്നില്ല. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഒരിക്കലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ചിന്തിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മീൻപിടുത്തമാണോ അതിന് കാരണം, അതോ മറ്റു രാസപ്രയോഗങ്ങളാണോ? അതുകൊണ്ട് ഇപ്പൊ കൃഷിയിടങ്ങളിലൊക്കെ രാസവസ്തുക്കളും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയും മുട്ടയിടുന്ന സ്ഥലത്തിനും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നെൽപ്പാടങ്ങൾ കുറഞ്ഞു, ചതുപ്പ് നിലങ്ങൾ കുറഞ്ഞു. ആ പ്രതിസന്ധികൾക്കും എല്ലാം തരണം ചെയ്ത് അവരെങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ള രീതി വരുമ്പോഴാണ് ഇങ്ങനൊരു ഇതോടെ ഊത്തപിടുത്തം എന്ന് പറയുന്ന അത് ഇപ്പോൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു പേജും അങ്ങനത്തെ ഒരു ചാനലുകളും എല്ലാം ഉണ്ട്. ഫിഷിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു കണ്ടന്റാണ് ഇന്ന്. അപ്പോൾ ആ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരു ചാകരയുടെ സമയമാണ് ഈ ഊത്തപിടിക്കുന്ന ഒരു സീസൺ എന്ന് പറയുന്നത്. നിയമപരമായി അത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. കുറ്റകരമാണ്. 2010 ഒരു ഇൻലാൻഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആക്ട് പ്രകാരം ഇത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. അതായത് പ്രജനന കാലത്തുള്ള ഈ ഒരു മെയ് ജൂൺ കാലയളവിലാണ് ഇവരുടെ അല്ല ഈ പറഞ്ഞ രീതിയിൽ തോട്ടയിട്ടോ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചോ ഒക്കെ മീൻ പിടിക്കുന്നത് എല്ലാ കാലത്തും അത് തടഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എന്നാൽ ഈ പ്രജനന കാലത്ത് നമ്മൾ ഈ ട്രോളിംഗ് നിരോധിക്കുന്നത് പോലെ തന്നെ ഈ ഒരു പീരീഡിലാണ് നമ്മളത് കൂടുതൽ നിയമം നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് 15,000 വരെ പിഴയും 6 മാസം വരെ ശിക്ഷയും കിട്ടുന്ന ഒരു ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണ്. അതായത് ഈ പ്രജനന കാലത്ത് ഒരു മീനിനും പിടിക്കാൻ പാടില്ല. കാരണം ഇത്തരത്തിലുള്ള ജീവികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മുട്ടകൾ ഇട്ടിട്ട് അവരുടെ സർവൈവൽ എന്ന് പറഞ്ഞാൽ സർവൈവൽ ബൈ നമ്പേഴ്സ് എന്നാണ്. ഒരു മീൻ മുട്ടയിടുന്ന ഒരു
10,000 മുട്ടകളായിരിക്കും ഇട്ടിട്ട് പോകുന്നത്. അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന മുട്ട വിരിയുന്നത് വളരെ കുറച്ചായിരിക്കും. മുട്ടയുടെ സ്റ്റേജിലെ കുറേ എണ്ണം നശിച്ചു പോകും. കുറഞ്ഞ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നീർക്കാക്കകളും കൊറ്റികളും പിടിച്ച് അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ നശിച്ചു പോകും. അതിൽ നിന്നൊരു 10,000 മുട്ട വിരിഞ്ഞ് വരുന്നതിൽ നിന്ന് ചിലപ്പോൾ ഒരു 100 എണ്ണേ സർവൈവ് ചെയ്യുണ്ടായിരിക്കുള്ളൂ. അങ്ങനെയാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് ആ സർവൈവ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ വീണ്ടും നമ്മൾ പിടിച്ച് കുഞ്ഞുങ്ങളെയാണോ മുട്ടയിടാൻ പോകുന്ന മീനുകളെയാണോ? രണ്ടും ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾ ആ ഒരു പീരീഡിൽ ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളടക്കം ചിലപ്പം ഇതിൽ വലയിൽ ഈ ചൈനീസ് നെറ്റ് എന്ന് പറയുന്നുണ്ട്. അത് മെഷ് സൈസ് വളരെ കുറവായിരിക്കും. അപ്പോൾ വലിയ ഇതാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ അതിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടോളും. ഇത് മെഷ് സൈസ് വളരെ കുറവാണെങ്കിൽ കുഞ്ഞുങ്ങളടക്കം ഉൾപ്പെടും. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ അവർ യൂസ് ചെയ്യുമോ അതും ഇല്ല. ഒരു രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, തിരിച്ചുവിടത്തുമില്ല. അത് പിന്നെ ചത്തു പോകത്തേ ഉള്ളൂ. അത് ഈ ഒരു സംഭവം പലർക്കും അറിയില്ലാന്ന് തോന്നുന്നു. ഇവര് മുട്ടയിടാൻ വരുന്നതാണെന്നുള്ളത് അറിയില്ലാന്ന് തോന്നുന്നു. ഈ ഫോറസ്റ്റുകാരാണോ ഇവരെ പിടിക്കുക അതോ സാധാരണ പോലീസാണോ പിടിക്കുക? അത് ശരിക്കും ഫിഷറീസ് ആണ് ഇതിന്റെ ഒരു. ഞാൻ ചോദിക്കുന്നത് ഈ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളെ അതാണ് പറഞ്ഞത്. ശരിക്കും ഫോറസ്റ്റുകാർക്ക് അത് വെച്ച് കേസെടുക്കാനുള്ള അനുമതി ഇല്ല. പോലീസിന് പറയാം, നമ്മുടെ പഞ്ചായത്തുകളിൽ അവിടുത്തെ ലോക്കൽ ബോഡി ഏതാണോ അവർക്ക് ഇതിൽ നടപടിയെടുക്കാം. ഫിഷറീസ് ആണ് ഇതിൽ കേസെടുക്കേണ്ടത്, അതിന്റെ പിഴ ഈടാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഫിഷറീസിന് അങ്ങനെ സ്ക്വാഡുകൾ വല്ലതും ഉണ്ടോ? അവര് പൊതുവെ സ്റ്റാഫ് കുറവുള്ള ഡിപ്പാർട്ട്മെന്റ്. ഇത് കാണുന്ന ഏതെങ്കിലും മീൻപിടുത്തക്കാരുടെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ആര് പിടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആരാണോ ഇപ്പൊ പോലീസിനെ വിളിക്കുകയാണെന്ന് തോന്നുന്നു ഇച്ചിരൂടെ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള. പിന്നെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിൽ പറഞ്ഞാലും മതി. അങ്ങനെയുള്ള മീൻ പിടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ അവയർനെസ് ആയി കഴിയുമ്പോൾ തന്നെ ഒത്തിരി പേര് സാധാരണ പോലീസിൽ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവും. ഉണ്ട്. അവർക്ക് അവരോട് ഇൻഫോം ചെയ്താൽ മതി. അല്ല, നമ്മളിപ്പോൾ പോലീസിലേക്ക് പിടിപ്പിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇതിന്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ പോഡ്കാസ്റ്റിൽ മനസ്സിലായില്ലേ? കാരണം എനിക്ക് ഈ വീഡിയോ കാണുന്നിടം വരെ ഈ ഒരു പ്രക്രിയയുടെ ആഘാതം അല്ലെങ്കിൽ ഇത് സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജൈവ സമ്പത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്ന് അറിയില്ലായിരുന്നു.